കാലവർഷക്കെടുതികൾ വിലയിരുത്തുന്നതിനും മുന്നൊരുക്ക പ്രവർത്തികൾ നടത്തുന്നതിനുമായി പട്ടാമ്പിയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഒന്നടങ്കം ആവശ്യമുയർന്നു. കനത്ത കാലവർഷത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കെടുതികളും ഇനിയുള്ള മുന്നൊരുക്ക പ്രവർത്തികളും ചർച്ച ചെയ്യുന്നതിനും തീരുമാനിക്കുന്നതിനുമാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സാരഥികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും താലൂക്കിലെ 9 വില്ലേജുകളിലായി 40 വീടുകൾ ഭാഗികമായി തകർന്നതായി യോഗത്തിൽ താലൂക്ക് തഹസിൽദാർ പറഞ്ഞു. അതത് പ്രദേശത്തെ നാശനഷ്ടങ്ങൾ പഞ്ചായത്ത് സാരഥികൾ ചൂണ്ടിക്കാട്ടി. കാറ്റിലും മഴയത്തും മരങ്ങൾ വീണ് കൂടുതലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനാൽ സ്വകാര്യ വ്യക്തികളുടെയും പൊതുസ്ഥലത്തുമായുള്ള അപകട ഭീതി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന ആവശ്യം യോഗത്തിൽ ഒന്നടങ്കം ഉയർന്നുവന്നു. ഡെങ്കിപ്പനി കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ജാഗ്രത വേണമെന്നും എംഎൽഎ പറഞ്ഞു. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് താലൂക്കിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. യോഗത്തിൽ എംഎൽഎക്ക് പുറമെ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, ഡെപ്യൂട്ടി കളക്ടർ സജീദ്, തഹസിൽദാർ ടി.പി. കിഷോർ, മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വില്ലേജ് ഓഫീസർമാർ, പൊതുമരാമത്ത്, ആരോഗ്യം, കെ.എസ്.ഇ.ബി, പോലീസ്, അഗ്നിശമന സേന എന്നിവയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. ഫ്രീ ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കണോ? Career Bench introduced to you BCom with Travel and Tourism, BBA with Hospital Administration. കൂടാതെ ഡിപ്ലോമ കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, HR മാനേജ്മെന്റ്, ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഡിപ്ലോമ. കൂടുതൽ വിവരങ്ങൾക്ക് കരിയർ ബെഞ്ചിനെ കോൺടാക്ട് ചെയ്യുക.